ലക്ഷം രൂപയുടെ വക അവർ വെറും 18 ലക്ഷം രൂപയ്ക്കാണ് വിൽക്കുന്നത്. അവിടെ ചത്താൽ ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ ബാങ്കിൽ നിന്ന് മേടിച്ചു എന്നാണ് അവർ പറയുന്നത്. നിങ്ങളിത് കാണുന്നില്ല, ഞാൻ ഈ പെട്രോളും കൊണ്ടൊരു അമ്മ നടക്കണമെങ്കിൽ 3 മക്കളെയും കൊണ്ട് നടക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ പറ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി അഴീക്കലാണ്. വളരെ സങ്കടകരമായ ഒരു വാർത്തയും അതോടൊപ്പം തന്നെ അധികാരികളിലേക്ക് നിങ്ങൾ എത്തിക്കേണ്ട ഒരു വാർത്തയും കൂടെയാണ് ഞാൻ അറിയിക്കുന്നത്. ഞാനുള്ളത് കരുനാഗപ്പള്ളി അഴീക്കൽ സ്വദേശിനിയായിട്ടുള്ള അശ്വതിയുടെ കൂടെയാണ്. അശ്വതിയുടെ വീഡിയോ ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതായിരിക്കും. ഈ പ്രദേശത്തെ MLA ആയിട്ടുള്ള CR മഹേഷ് വന്ന് ഈ ജപ്തിയായ വീട് കൂട്ടി തല്ലിപ്പൊളിച്ചൊരു വീഡിയോ നിങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ വീടിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അന്ന് CR മഹേഷ് സാർ വന്ന് അവർ കൂട്ട് പൊളിച്ച് പോയതിന് ശേഷം പിന്നെ ഇന്ന് വരെ നമ്മൾ പറഞ്ഞു സാർ ഇത് വിൽക്കാൻ എനിക്ക് ആരെങ്കിലും ഏർപ്പാടാക്കി തരാം. അപ്പോൾ ഒരാളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നാട്ടുകാർ പറഞ്ഞ് ഞാൻ അറിയുന്ന ഈ വീട് സെയിലായി പോയിരിക്കുന്നത്. ഞാൻ ബാങ്കിൽ വിളിച്ചപ്പോൾ അവർ പറയുന്നത് സെയിലായി. ആരാണ് ഈ വീട്? ഫിനാൻസ് ചോളമണ്ഡലം ഫിനാൻസാണ് എടുത്തിരിക്കുന്നത്. 18 ലക്ഷം രൂപ എടുത്ത് അതിന് 7 ലക്ഷം രൂപ ബാക്കി 11 ലക്ഷം രൂപ അടയ്ക്കാനുണ്ട്. ഈ 40 ലക്ഷം രൂപയുടെ വക അവർ വെറും 18 ലക്ഷം രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഈ ബാക്കി 15 ലക്ഷം ഞങ്ങൾ അറിയിച്ചിട്ടില്ല. ഇപ്പൊ എനിക്ക് വന്ന പേപ്പറും പ്രകാരം 28-ാം തീയതിയാണെന്നാണ് അവർ പറയുന്നത് ലേലം ചെയ്യാനിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ ഉള്ളവർ ഈ നാട്ടുകാർ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർ എല്ലാവരോടും പറയുന്നത് 30 ലക്ഷത്തിന് അവർ വാങ്ങിച്ചു അവരുടെ കഴിഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്താലും അവളിനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നവർ അവിടെ ചത്താൽ ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ ബാങ്കിൽ നിന്ന് മേടിച്ചു എന്നാണ് അവർ പറയുന്നത്. അവള് ചത്താൽ ഞങ്ങൾക്കൊന്നുമില്ല. അപ്പൊ എന്റെ മക്കൾക്ക് എനിക്കും ഒരു വിലയില്ലേ? നിങ്ങളിത് കാണുന്നില്ല, ഞാൻ ഈ പെട്രോളും കൊണ്ടൊരു അമ്മ നടക്കണമെങ്കിൽ 3 മക്കളെയും കൊണ്ട് നടക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ പറ. ഞാൻ എന്റെ ഗതികേട് കൊണ്ടാണ്, എനിക്ക് ജീവിക്കണമെന്നുണ്ട്. ഞാൻ ഈ പെട്രോളും തീപ്പെട്ടിയും കൊണ്ട് ഇങ്ങനെ നടക്കണം. അവർ ഞങ്ങൾ ചത്താലും ആർക്കും ചോളമണ്ഡലത്തിനോ മേടിക്കുന്നവർക്കോ ഒന്നും ഒരു പ്രശ്നവും ഇല്ല. അവർക്ക് വെറുതെ കിട്ടിയാൽ മതി. ഇത് കണ്ടോ? ഇതും കണ്ട് ഞാൻ ഇങ്ങനെ നടക്കണമെങ്കിലോ? ചേച്ചി, പെട്രോളും തീപ്പെട്ടിയൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ മുമ്പിലൂടെ. നമുക്ക് ഇങ്ങനൊന്നും ഇതൊന്നും അലൗഡ് അല്ല. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അധികാരികളിലേക്ക് നിങ്ങൾ വീഡിയോ എത്തിക്കുക. കാര്യം നമ്മളുടെ മുമ്പിൽ ഒരാളിങ്ങനെ വിളിച്ചിട്ട് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നത് നമുക്ക് ശരിക്കും ഭയമുണ്ട്. അതുകൊണ്ട് പരമാവധി അധികാരികളിലേക്ക് ഞങ്ങൾ ഈ വീഡിയോ എത്തിക്കുകയാണ്. നിങ്ങൾ പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. ഇവർക്ക് നീതി കിട്ടണം. കാരണം ഈ വീടിന്റെ മുമ്പിൽ എന്റെ മക്കള് 3 പേര് വായിച്ചു. എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ പറ്റത്തില്ല. ഈ സമൂഹത്തിൽ എന്റെ മക്കളെ ഞാൻ ഈ വീടിന്റെ മുന്നിൽ ആത്മഹത്യ ചെയ്യും. അത് 100% ഉറപ്പാണ്. എനിക്ക് നീതി എവിടുന്നെങ്കിലും കിട്ടിയേ പറ്റത്തുള്ളൂ. എനിക്ക് വീട് തരണമല്ലേ, എനിക്ക് അവകാശപ്പെട്ട പൈസ അവർ കൂട്ടുപൊളിക്കാനും ഒക്കെ ആൾക്കാർ. CR മഹേഷ് സാറ് വന്നെങ്കിൽ അതൊക്കെ വെറും പ്രഹസനമായിട്ടെല്ലാം പോയി. എല്ലാവരും അവരവരുടെ പേരുണ്ടാക്കി. ഞങ്ങൾ പെരുവഴി തന്നെ പേരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കൂടെ കിട്ടിയായിരുന്നെങ്കിൽ വേണ്ടിയില്ല. അതില്ല ഞങ്ങൾക്ക് വീടും ഇല്ല. അവർക്കൊക്കെ കുറെ പേരുമായി. ഞാനിനി ആരുടെ അടുത്ത് ചെല്ലും? ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോരുത്തർ പൈസ ഉണ്ടെങ്കിൽ വിലയുള്ളൂ. പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരത്തില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യും? ഓരോരുത്തർക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ എല്ലാവരും അങ്ങനെ ചില രോഗങ്ങൾ വരികയോ എന്തെങ്കിലും വരുമ്പോൾ മനുഷ്യർക്ക് അവസ്ഥകൾ വരത്തില്ലേ? എനിക്ക് മാത്രമാണ് അവസ്ഥകൾ വന്നിരിക്കുന്നത്. രോഗം വരുന്ന എൻ്റെ കുറ്റമാണ്. ഒരു വീട് ഞങ്ങൾ വളരെയധികം പേടിയോട് കൂടി തന്നെ ഇവിടെ നിന്ന് മടങ്ങുന്നു. കാരണം നമ്മൾക്ക് ഇവിടെ നിന്ന് മടങ്ങുമ്പോഴും ഇത്തരത്തിൽ ഈ സമീപത്തെ പോലീസ് സ്റ്റേഷനിലൊന്നും ഈ വിവരം അറിയിക്കാതെ വയ്യ. കാരണം അത്രയ്ക്ക് ഗതികെട്ടാണ് ഈ കുടുംബം ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 3 മക്കളുമായിട്ട് താമസിക്കുന്ന ഒരു അമ്മയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എവിടെയാണ്? ഞങ്ങൾ ഒരു വീടെടുക്കുന്നത്. നിങ്ങൾ എൻ്റെ വീടിൻ്റെ അവസ്ഥ വന്നത് കാണണം. ഒരു തോട്ടിന് നടുക്കൊരു വീട്, ഒരു അടച്ചുറപ്പില്ല. ആ വീട്ടിൽ 2 കുഞ്ഞുങ്ങളുമായിട്ട് എങ്ങനെ ഞാൻ താമസിക്കും? നിങ്ങൾ പറ. അവിടെ വെള്ളമില്ല. പഞ്ചായത്ത് പൈപ്പ് എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടെ നിന്ന് ഈ വെള്ളം പൊക്കിക്കൊണ്ടുവന്ന് ഈ കുഞ്ഞുങ്ങളെ നോക്കേണ്ട അവസ്ഥയിൽ കിടക്കും. ഇത്രയും ഉള്ള 40 ലക്ഷം രൂപയുടെ വീട് വാങ്ങിച്ച ഞാൻ 18 ലക്ഷം രൂപ 18 ലക്ഷം അവരുടെ കണക്കെടുക്കട്ടെ, അടച്ചത് പോകട്ടെ. അവരുടെ 18 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് എന്നെ ഇവിടെ നിറക്കി പെരുവഴിയിലിട്ടിരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും നീതി? എല്ലാവരും ചോദിക്കും ലോൺ എടുത്ത് അടയ്ക്കണം. എനിക്കറിയാം അടയ്ക്കണമെന്ന്. ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾ ലേലം ചെയ്തു, പക്ഷെ എനിക്ക് അവകാശപ്പെട്ടത് കൊടുത്താ. അല്ലാതെ അവർക്ക് മാത്രം പറ്റുന്ന വിലയ്ക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ വന്നാൽ ഈ പെട്രോൾ ഒഴിച്ച് നിങ്ങളിതെടുത്തോണ്ട് പോയാൽ ഞാൻ വേറെ മേടിച്ചോണ്ട് വരും. ഞാൻ വേറെ മേടിച്ചോണ്ട് ഈ 3 കുഞ്ഞുങ്ങളോട്ട് ആത്മഹത്യ ചെയ്യും. എന്റെ കയ്യിൽ വേറെ മാർഗമില്ല. നിങ്ങൾ എന്റെ ഗതികേടാണ് ഇത്. അല്ലാതെ ഞാൻ ഭീഷണിപ്പെടുത്തുമല്ല ആരെയും. 15 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് 18 ലക്ഷം രൂപ ബാക്കി 19 ലക്ഷം രൂപ ഇവർ പുറത്തുനിന്ന് എടുത്താണ് ഇങ്ങനെ ഇത് മേടിക്കുകയും പിന്നെ ഈ മതിൽ കെട്ടി എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇപ്പം അവർ 15 ലക്ഷം രൂപ കൊടുത്ത് ഇത് എടുക്കുന്നെന്ന് പറയുമ്പോൾ പിന്നെ ബാക്കി കടക്കാർക്ക് അതിൻ്റെ ഉത്തരവാദിത്വം. നമുക്ക് ആ 15 ലക്ഷം രൂപ നേരത്തെ ഇടപാടിൽ 15 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ കൊടുത്താൽ കൊടുക്കാനുള്ള അവർക്ക് കൊടുക്കാൻ പറ്റും. അത് കൊടുക്കത്തില്ലെന്ന് അവർ പറയുന്നത്. അത് മര്യാദ അല്ലല്ല. 3 കൊച്ചുങ്ങളെ കൊണ്ട് ഇവിടെ കിടന്ന് താഴെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് അത് അവർക്ക് അറിയേണ്ട കാര്യമില്ല, മേടിക്കുന്നവർക്ക് അറിയേണ്ട കാര്യമില്ല. ഇതൊക്കെ പറഞ്ഞ മര്യാദ ഉള്ള കേസാണ്. ആണോ? ഈ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് അവൾ ചാകുമെന്ന് പറഞ്ഞ് മണ്ണെണ്ണയും കൊണ്ട് പെട്രോളും കൊണ്ട് നടക്കുക. ചത്തു കഴിയുമ്പോൾ ആളുകൾ അയ്യോ ഒത്തൊന്ന് പറഞ്ഞിട്ട് കഥ വന്നതുകൊണ്ട് ഇപ്പം ഓരോ സംഘടനക്കാരും സഹായിക്കാന്ന് പറയുന്നത് ഇതുവരെ ആരും ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്യേണ്ട. ആരും സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ കൊടുത്താൽ മതി. നാട്ടുകാരുടെ കൊടുക്കണ്ട. അവരും അവളെ ഭർത്താവും കൂടെ ജോലി ചെയ്ത് കിട്ടുന്ന പോലെ അടക്കുക. അല്ലാതെ ഇപ്പം വേറെ ഇതില്ല. ഇതിന് വസ്തുത നാട്ടിൽ
ബാക്കി കടത്തിൻ്റെ കാര്യം പുറത്തുള്ള കടത്തിൻ്റെ കാര്യം മറ്റുള്ളവർ ഞങ്ങളെ കൊണ്ടൊക്കെ വെക്കുന്ന പോലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്യാം. അധികാരികളിലേക്ക് ഞങ്ങൾ വീണ്ടും എത്തിക്കുകയാണ്. നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കരുനാഗപ്പള്ളി പോലീസിന്റെ ശ്രദ്ധയിലേക്കുമാണ് ചോളമണ്ഡലം ഫിനാൻസ് കാരണം പെരുവഴിയിലായിപ്പോയ ഒരു അമ്മയുടെ അവസ്ഥയാണിത്. ഏതായാലും ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക അധികാരികളിലേക്ക്.